എടോ തിരുവനന്തപുരത്തേടെ കുടിക്കാൻ ആ വന്നാ പോയാലും എന്തായി ശരിയായ ആളക്കണ്ട ആടോ ശരിയാവും ആൾക്കുണ്ട് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ വൈകുന്നേരം ഒന്ന് കുടിച്ചെല്ലാം പറഞ്ഞു തട്ടി വെള്ളം കൊടുത്തു കുടിക്കാനായിട്ട് ഭയങ്കര ദാഹം എന്താ വെയിൽ ആ പറ എന്ത് പറഞ്ഞി ശരിയാവോ കാര്യം നടക്കോ എടോ എന്താടോ ഇത് എന്റെ പേപ്പറുകൾ വലിച്ചു കയറിയിട്ടേക്കണ് ഞാനവിടെ വെച്ചിരുന്നല്ലേ ആരാണത് താനാണോ പക്ഷെ താനാലും ഇങ്ങനെ ചെയ്യാറില്ല ഇതൊക്കെണ്ടോ അവിടെ കിടക്കുന്നു പേനൊക്കെ തന്നിട്ട് പേപ്പർ എടുക്കുന്ന ആരാണ് ഇതൊക്കെ ചെയ്ത് അയ്യോ അത് ഞാനല്ല തെക്കല തുളസി ചേച്ചിയുടെ പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു ഞാനവിടെ പാചകം ചെയ്യണായിരുന്നു പാചകത്തിലായിരുന്നു ആ സമയത്താണ് അവര് വന്നത് അവിടെ അവരെന്തൊക്കെയോ കുത്തി കുറിച്ചിട്ട് കടലാസിൽ പോയിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല എല്ലാം വലിച്ചുവരിട്ടേക്കണം കണ്ടില്ല മേശപ്പുറത്ത് ഞാൻ രാവിലെ ഒതുക്കി വെച്ചതാ ഇപ്പൊ കിടക്കണുണ്ടോ നിങ്ങൾ പോയപ്പോഴതാണ് ഇപ്പൊ വന്നപ്പോ നോക്കി അതവിടെ പണിയത് ഇത് കണ്ടോ എന്തോ കുത്തി കുറിച്ചൊക്കെ ഇട്ടുണ്ടല്ലേ എന്തൊക്കെ എഴുതി വെച്ചെന്തോക്കെ എന്തൊക്കെ എഴുതിയേക്കണം താൻ കണ്ടില്ല ഇപ്പൊ ഇത് അത് ആ പിള്ളേരെന്തൊക്കെയോ ചെയ്താണ് ഐറ്റങ്ങളോട് ഞാൻ പറഞ്ഞാണ് അത് ഞാൻ എന്തോ കണക്ക് കൂട്ടെ എന്തോ ചോദ്യം ചോദിക്കേ എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറെ പറഞ്ഞ ഐറ്റങ്ങളോട് അത് കേക്കണ്ടേ എന്ത് ചെയ്യാനായിട്ടാ ഇതൊക്കെ എന്തൊക്കെയാണ്ടോ എഴുതി വെച്ചേക്കണം അമ്മ കളിക്കൂടം പിന്നെ കടികാരം കടികാരോ എന്തൊക്കെയാണത് പിന്നെ കണക്കുണ്ടല്ലോ അതേ കണക്ക് വെച്ച് നോക്കിയേ 999 9 പോയാൽ 99 999 9 99 കുറവ് കൂട്ടി വെച്ചേക്കണേട്ടാ എന്ത് പഠിപ്പാണല്ലേ പിള്ളേരുടെ ചേട്ടാ കടികാരോന്നല്ല അത് ഘടികാരോന്നായിരിക്കും അതേപോലെ തന്നെ അമ്മക്കളിക്കൂടെന്ന് പറഞ്ഞില്ലേ അത് അമ്മക്കിളിക്കൂടായിരിക്കുള്ളൂ കളിക്കൂടല്ല അത് അതേപോലെ കൂടെ പറയണ കേട്ട് ഞാൻ എഴുതിയപ്പോ തെറ്റിപ്പോയേക്കണായിരിക്കുള്ളൂ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ പഠിപ്പേ എന്നാലും വരെ പാസ്സാക്കി ഇടും ഓ അപ്പൊ ഇവർക്ക് എത്രയിലാണോ പഠിക്കണത് പിള്ളേര് ഐറ്റുകള് 10ാം ക്ലാസ്സും +1 അല്ലേ എന്തേ നിനക്കറിയാൻ പാടില്ലായിരുന്നു ഇത്രയായിട്ടു നല്ല പഠിപ്പ് ഇപ്പോഴത്തെ പിള്ളേർക്ക് മാർക്ക് കിട്ടിയാ പോരെ അക്ഷരം പഠിക്കണ്ടല്ലോ അല്ലെ പണ്ടൊക്കെ 5ാം ക്ലാസ് വരെ പഠിച്ചാൽ മതിയായിരുന്നു മലയാള അക്ഷരങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ട് വായിക്കും എഴുതും സാഹിത്യകാരന്മാർ വരെ ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ അറിയാല്ലേ +2 +1 ഒന്നും പഠിച്ചാലും മലയാളം ഒന്നും കറക്റ്റ് അറിയില്ല പിള്ളേർക്ക് ഇപ്പോഴത്തെ 10ാം ക്ലാസ്സും +2 പിള്ളേരുടെ ഒക്കെ എഴുത്തുമാനം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയപ്പെട്ടു എടോ അപ്പൊ ഇവർക്ക് വേണ്ടി ഞാൻ ഒരു പാരഡി ഉണ്ടാക്കിയെങ്കിലോ എഴുതി നോക്കട്ടെ ഇത് വായിച്ച് കേൾപ്പിച്ചാരാട്ടാ ഓക്കെ അപ്പൊ മലയാള ഭാഷകൾ അല്ലെ അങ്ങനെ കൊടുക്കാം നമുക്ക് മര്യാദക്ക് എഴുതാനായി നീ പാടിക്കേപ്പിച്ചേട്ടാ മലയാള ഭാഷകൾ മര്യാദക്കെഴുതാനായി ഇപ്പോഴും ചില പിള്ളേർക്കറിയില്ല ഇങ്ങനെ പോയാൽ വരും തലമുറകൾ എങ്ങനെ മലയാളം വായിക്കും മലയാള ഭാഷകൾ മര്യാദക്കെഴുതാനായി ഇപ്പോഴും ചില കുട്ടികൾക്കറിയില്ല ഇങ്ങനെ പോയാൽ വരും തലമുറകൾ എങ്ങനെ മലയാളം വായിക്കും എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി എന്താ രസം നിനക്ക് ഇത്ര വലിയ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നോ കൊടുകൈ താങ്ക് യു